ഹായ് എവരിവൺ. ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള ടൂൾ ആയിട്ടുള്ള ഓപ്പൺ ക്ലോയെ കുറിച്ചിട്ട് ഞാൻ ഓൾറെഡി 2 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതെന്താണെന്നും അത് എങ്ങനെ നമ്മുടെ ലോക്കൽ മെഷീനിൽ ഇൻസ്റ്റാൾ ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. ആൻഡ് ഇതുവരെ നിങ്ങൾക്കത് നിങ്ങളുടെ ലോക്കൽ മെഷീനിൽ യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ വീഡിയോസ് ഒന്ന് പോയി കണ്ടു നോക്കുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാനിത് എങ്ങനെ ഉപയോഗിക്കുന്നു, ഇതുകൊണ്ട് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ച് ഒരു എക്സാമ്പിൾസ് ആയിരുന്നു കാണിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഓപ്പൺ ക്ലോ ഉപയോഗിക്കുന്നത് ലൈവായിട്ട് ഞാൻ കാണിക്കുകയാണ്. ആൻഡ് ഞാൻ എൻ്റെ ഈ കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ പോകുന്നത് എൻ്റെ ഈ ഫോണിൽ ഞാൻ എൻ്റെ വാട്സപ്പുമായിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ കമ്പ്യൂട്ടർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ജസ്റ്റ് ഈ വാട്സപ്പ് മതി. ഡെസ്ക്ടോപ്പ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടാവും. ഞാൻ വാട്സപ്പിൽ ജസ്റ്റ് ഒരു മെസ്സേജ് അയക്കുകയാണ്. ക്രിയേറ്റ് എ ഫോൾഡർ നെയിംഡ് ഹലോ ഓൺ മൈ ഡെസ്ക്ടോപ്പ്. ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എവിടെ നിന്നും ഇത് ക്രിയേറ്റ് ചെയ്യാം. ഞാൻ എൻ്റെ വാട്സാപ്പിലാണ് പറയുന്നത്. ഇത് എൻ്റെ സിസ്റ്റത്തിൽ പോകും. സിസ്റ്റത്തിലാവുമ്പോൾ നമ്മുടെ സിസ്റ്റത്തിന്റെ കപ്പാസിറ്റി അനുസരിച്ച് ആ ഒരു സമയം എടുക്കും. ഞാൻ മെസ്സേജ് ചെയ്യുന്നത് നിങ്ങൾ നോക്കിയേ. എനിക്ക് തന്നെയാണ് മെസ്സേജ് ചെയ്യുന്നത്. യു എന്ന് എഴുതിയിട്ടുള്ള എൻ്റെ ഇതിലേക്ക് തന്നെയാണ് മെസ്സേജ് ചെയ്തത്. എൻ്റെ നമ്പർ തന്നെയാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഓപ്പൺ ക്ലോ എനിക്ക് റെസ്പോണ്ട് വന്നിട്ടുണ്ട്. എൻ്റെ ഡെസ്ക്ടോപ്പിൽ നോക്കൂ നിങ്ങൾ, ഹലോ എന്ന് പറഞ്ഞൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഞാൻ പറയുന്ന കാര്യങ്ങൾ ട്രാൻസ്ലേറ്റ് ആക്ച്വലി ചെയ്യുന്നത് ഓപ്പൺ എ ആണ്, അതായത് ചാറ്റ് GPT ആണ്. ചാറ്റ് GPT ആയിട്ട് ഞാനിത് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ഇത് കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നത് ഓപ്പൺ ക്ലോയാണ്. നമ്മൾ സിസ്റ്റത്തിൽ ഓപ്പൺ ക്ലോ ആണ് ചെയ്യുന്നത്. പറയുന്ന ലാംഗ്വേജ് മനസ്സിലാക്കുന്നത് ഓപ്പൺ എ ആണ്. ഓപ്പൺ എക്ക് പകരം നമുക്ക് അവിടെ ജെമിനിയോ ക്ലോഡോ ഏത് വേണമെന്നുണ്ടെങ്കിലും ചെയ്യാം. ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ മാത്രമാണ് ഇന്ന് ഇതിൽ ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ ഒരു പവർ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇൻസൈഡ് ദി ഫോൾഡർ ഹലോ ക്രിയേറ്റ് എ ഫയൽ. ഒരു എലിഫന്റിന്റെ സ്റ്റോറി എഴുതണം എന്ന് വിചാരിക്കും. എലിഫന്റ് ഡോഗ് ഫയൽ ഉണ്ടാക്കും. അതിൻ്റെ അടുത്ത് റൈറ്റ് എ സ്റ്റോറി അബൌട്ട് ആൻ എലിഫന്റ് ഇൻ കേരള. കേരളത്തിലുള്ള ഒരു എലിഫന്റിനെ കുറിച്ചൊരു സ്റ്റോറി ആ ഡോക്യുമെന്റ് അകത്ത് എഴുതണം. ഇത്രയാണ് ഞാൻ അതിൽ എഴുതി വെച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി ഞാനിത് പ്രസ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ഫോൾഡർ ഹലോ എന്ന് പറഞ്ഞ് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. എൻ്റെ സിസ്റ്റം ഓൺ ആണ്. ഞാൻ ഈ ഫോൾഡറിൻ്റെ അകത്ത് നോക്കി, നിങ്ങളൊരു ഫയലും ഇതിൻ്റെ അകത്തില്ല. ഞാൻ ഈ ഒരു മെസ്സേജ് എനിക്ക് തന്നെ അയക്കുകയാണ്. അതതിൻ്റെ രസം. ഞാൻ എൻ്റെ നമ്പറിലേക്ക് തന്നെയാണ് ഈ മെസ്സേജ് അയക്കുന്നത്. ഈ ഒരു മെസ്സേജ് ആക്ച്വലി റീഡ് ചെയ്യുന്നത് ഓപ്പൺ ക്ലോ ആണ്. ഓപ്പൺ ക്ലോ അത് ഓപ്പൺ എയിലേക്ക് കൊടുക്കും, LLMലേക്ക് കൊടുക്കും, അനലൈസ് ചെയ്യും, അതിന് കമന്റുകൾ ഉണ്ടാക്കും. നോക്കൂ, അവിടെ ഒരു ഫയൽ വന്നു. എൻ്റെ സ്ക്രീനിൽ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്ത് കാണാൻ നിങ്ങൾക്ക്. എനിക്കിവിടെ വാട്സാപ്പിൽ മെസ്സേജും വന്നു. ഐ ഹാവ് സക്സസ്ഫുള്ളി ക്രിയേറ്റഡ് എ ഫയൽ നെയിംഡ് എലിഫന്റ് ഡോഗ് ഇൻസൈഡ് ദി ഫോൾഡർ ഹലോ എന്ന് പറഞ്ഞിട്ടുണ്ടാക്കി ഓൺ യുവർ ഡെസ്ക്ടോപ്പ് ആൻഡ് റോട്ട് ദി സ്റ്റോറി അബൌട്ട് ആൻ എലിഫന്റ് ഇൻ കേരള. അപ്പോൾ അതിൽ കൂടുതൽ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ മതി. ഓക്കെ, ഒരു ഫയൽ ഞാനിവിടെ ഓപ്പൺ ചെയ്താൽ ഞാൻ ഓപ്പൺ ചെയ്യാണ്. ആ ഫയൽ ഞാൻ ലിനക്സിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഫയൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നോക്കൂ, ചെറിയൊരു സ്റ്റോറി ഉണ്ടാക്കിയിട്ടുണ്ട്. ലിസ്റ്റ് ഫയൽസ് ഓൺ മൈ ഡെസ്ക്ടോപ്പ്. ഡെസ്ക്ടോപ്പിലെ ഫയൽസ് ഏതൊക്കെയാണെന്ന് എനിക്കൊന്ന് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ നോക്കിയാൽ കുറച്ച് ഫയലുകളുണ്ട്. അപ്പോൾ അത് നോക്കാം നമുക്ക്. ഞാൻ മിനിമൈസ് ചെയ്ത് ഈ ഫയലുകളിലൊക്കെ ഒരു ലിസ്റ്റ് അറിയാൻ പറ്റണം. 100x ബാക്ക് എന്ന് പറഞ്ഞ ഫോൾഡർ ഉണ്ട്. അത് ഫോൾഡർ ആണെന്ന് ബ്രാക്കറ്റിൽ ഇട്ടിട്ടുണ്ട്. ക്രോമിൻ്റെ ഇതുണ്ട്, അതായത് ക്രോം ആപ്പാണ് അത് ആക്ച്വലി. അത് രണ്ടും അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഹലോ എന്ന് പറഞ്ഞ ഫോൾഡർ ഉണ്ട്, സതീത് എന്ന് പറഞ്ഞ ഫോൾഡർ ഉണ്ട്, എൻ്റെ CV ഉണ്ട്, ഡെസ്ക്ടോപ്പ് ആപ്പുകൾ രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട്. വാട്ട് ആർ ദ ആപ്സ് കറന്റ്ലി റണ്ണിങ് ഓൺ മൈ കമ്പ്യൂട്ടർ എന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ആപ്പുകളാണ് ഇതിൻ്റെ അകത്ത് റൺ ചെയ്യുന്നതെന്ന് എനിക്ക് വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ എൻ്റെ ലാപ്പിൽ ഏതെല്ലാം ഫയലുകൾ റൺ ചെയ്യുന്നുണ്ട് എന്ന് പറയും. ഇതിന്റെ സെക്യൂരിറ്റി ഇഷ്യൂ പലരും പറയുന്നുണ്ട്. നമ്മളെ ക്യാമറയുടെ ആക്സസ് നമുക്ക് കൊടുക്കാതിരിക്കാം, ഇമെയിലിന്റെ ആക്സസ് കൊടുക്കാതിരിക്കാം. ഇതൊക്കെ നമുക്ക് ഇഷ്ടം പോലെ ചെയ്യാം. നമുക്ക് എന്തെല്ലാം ക്യാപ്പബിലിറ്റീസ് ഇതിനുണ്ട് എന്നുള്ളത് നമുക്ക് ചോദിക്കും. ഇപ്പോൾ ഇതിൽ യൂസ് സർവീസ്, സിസ്റ്റം സർവീസ്, ഇതൊക്കെ ലിനക്സിന്റെ ഓൾറെഡി ചെയ്യുന്നതാണ്. ഓഡിയോ നമുക്ക് എപ്പോഴും ഓൺ ചെയ്തിട്ടുണ്ടായിരിക്കും. യൂസർ ആപ്ലിക്കേഷൻസ് ഇതിൽ സിമ്പിൾസ്, ഞാനിപ്പോൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് സ്ക്രീൻ റെക്കോർഡ് ഇതിൽ റൺ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത്തരം ആപ്പുകളൊക്കെ ഇതിൻ്റെ അകത്ത് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലൈവായിട്ട് എന്നാണ് ഈ പറയുന്നത്. ഇതേ രൂപത്തിൽ എനിക്ക് വേറെ മറ്റു ആക്ഷൻസ് ജസ്റ്റ് എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് അയക്കുമ്പോഴേക്കും എനിക്ക് ഇത് എവിടെ നിന്ന് വേണമെങ്കിലും കിട്ടും. സ്റ്റോർ ദ വീഡിയോ ഫയൽസ് ഇൻ ദി ഫോൾഡർ ഡൗൺലോഡിലുള്ള വീഡിയോ ഫയൽസ് മാത്രം എനിക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു. AI.mp4, conclusion.mp4 ഇങ്ങനെയുള്ള ഫയലുകളാണ് ഇതിൻ്റെ അകത്ത് വന്നിട്ടുള്ളത്. വീഡിയോ ഫയലാണല്ലോ നമ്മുടെ ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. ഞാൻ എന്ന് പറയുകയാണ്, ഷെയർ എ സ്നാപ്പ് ഫ്രം ദ conclusion.mp4 at 40 seconds. 40ാമത്തെ സെക്കൻഡിലുള്ള എനിക്കൊരു കൺക്ലൂഷൻ വേണം. അപ്പോൾ ഞാൻ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു.
ഓക്കെ, നിങ്ങൾ വന്ന് മെസ്സേജ് നോക്കൂ. ഐ ഹാവ് സക്സസ്ഫുള്ളി ക്യാപ്ചേർഡ് എ സ്നാപ്ഷോട്ട് ഫ്രോം ദ വീഡിയോ. ഇതിൽ ചെയ്തിട്ടുണ്ട് കൺക്ലൂഷൻ snap.jpg എന്നുള്ള പേരിൽ ഞാൻ അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആ ഇമേജ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് വീഡിയോന്റെ പേര് കേട്ടപ്പോൾ മനസ്സിലായില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതിൻ്റെ ഒരു സ്നാപ്പ് എടുക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ അത് നമ്മുടെ ഓപ്പൺ ക്ലോ ചെയ്തു തരും. നമുക്കത് അങ്ങനെ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് പോയി നോക്കാം. ഇവർ പറയുന്ന കാര്യങ്ങൾ സത്യമാണോ എന്ന് നമുക്ക് ഇതിൽ അടുത്ത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ വേണ്ടിയിട്ട് സാധിക്കും. ഡൗൺലോഡ്സിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഡൗൺലോഡ്സിനകത്ത് ഉള്ള ഫയലുകളൊക്കെയാണ് നമുക്ക് ലിസ്റ്റ് ചെയ്ത് വന്നിട്ടുള്ളത്. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ conclusion.snap എന്ന പേരിൽ വന്നിട്ടുണ്ട്. ഇത് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇമേജ് ഇതുണ്ടോ, ഈ ഒരു ഇമേജ് അതിൽ നിന്നുള്ളൊരു സ്നാപ്പായിട്ട് എടുത്തു വന്നിട്ടുണ്ട്. എൻ്റെ ഒരു ഫോട്ടോ തന്നെ ഒരു സ്നാപ്പ്, ഒരു 40 സെക്കൻഡിലെ സ്നാപ്പ് എടുത്തിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്കത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി. ഡാഷ്ബോർഡ് ഒന്ന് കാണാം. ഡാഷ്ബോർഡിൽ നമ്മൾ 127 ഇത് നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടാണ് ഈ ഒരു അഡ്രസ്സ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കയറാൻ പറ്റും. നമ്മളിപ്പോൾ ചാറ്റ് ചെയ്ത മുഴുവൻ ഡീറ്റെയിൽസ് ഇവിടെ കാണാം. ഈ ഒരു ചാറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ വാട്സാപ്പിൽ നിന്ന് ചാറ്റ് ചെയ്ത് എന്തെല്ലാം ഇൻഫോർമേഷൻ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുണ്ടോ അത് മുഴുവൻ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഇതാണ് ആ ചാറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ മൊത്തം ഓവർവ്യൂ, ഇത് നിലവിൽ കണക്റ്റഡ് ആണോ, അതിൻ്റെ അഡ്രസ്സ് മുഴുവൻ ഡീറ്റെയിൽസും നമുക്ക് ഈ ഓവർവ്യൂ എന്ന പേജിൽ കാണാൻ കഴിയും. ചാനൽസ് എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാനിത് ടെലിഗ്രാമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം, വാട്സപ്പ് ആയിട്ട് നിലവിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. മാറ്റണമെങ്കിൽ ഇവിടെ ഷോ QR കോഡ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് എനിക്ക് മറ്റു നമ്പറിലേക്ക് കണക്ട് ചെയ്യണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാം. ഇനി അതല്ല കൂടുതൽ കാര്യങ്ങൾ ഈ ചാനൽസ് പോരാ എന്നുണ്ടെങ്കിൽ എനിക്കിവിടെ കോൺഫിഗറേഷനിൽ വന്നു കഴിഞ്ഞാൽ, താഴെ സെറ്റിംഗ്സിൽ കോൺഫിഗറേഷനിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇത് ലോഡ് ചെയ്യുന്നുണ്ടാവും. ഈ ലോഡ് ചെയ്യുന്നിടത്ത് ചാനൽ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. കോൺഫിഗറേഷനകത്ത് കൂടുതൽ ചാനലുകൾ കണക്ട് ചെയ്തു. ടെലിഗ്രാം നിലവിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ടെലിഗ്രാം ഇതിൽ അവൈലബിൾ ആണ്. അതുപോലെ വാട്സപ്പ് നമുക്ക് അവൈലബിൾ ആണ്. ഇനിയും കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് കൂടാതെ ഇതിൻ്റെ സ്കിൽസ് എന്ന് പറയുന്ന ഓപ്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് കാണാം അവിടെ ഒരു ഓപ്ഷൻ കാണാം 50 എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ ഇതിലെല്ലാ സ്കില്ലുകളും ഇതിൽ ഡിസേബിൾ ചെയ്ത് വെക്കണം. ഏതെങ്കിലും സ്കില്ല് ഇപ്പോൾ ചില ആളുകൾ ആപ്പിളിൻ്റെ മാക് ഒക്കെ വാങ്ങിക്കുന്നത് കാണാം. ഇതിൽ ആപ്പിളിൻ്റെ ആപ്പുകൾ നമുക്ക് കണക്ട് ചെയ്യാം. ഇവിടെ എനേബിൾ ചെയ്ത് കൊടുത്താൽ ആപ്പിൾ റിമൈൻഡേഴ്സ്, നമ്മുടെ ഫോണിലേക്ക് റിമൈൻഡേഴ്സ്, ആപ്പിൾ റിമൈൻഡേഴ്സ് നമുക്ക് യൂസ് ചെയ്യാം. ഇതെല്ലാം ഈ ഇത്രയും സ്കില്ലുകൾ എന്ന് പറഞ്ഞാൽ ഇത്രയും ക്യാപ്പബിലിറ്റീസ് നമ്മുടെ ഓപ്പൺ ക്ലോക്ക് ഉണ്ട്, നമ്മുടെ സിസ്റ്റം ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. ഇതിൽ ആവശ്യമില്ലാതെ ഡിസേബിൾ ചെയ്യാം, എനേബിൾ ചെയ്യാം. ക്യാം സ്റ്റാമ്പ് എടുത്തു കഴിഞ്ഞാൽ എൻ്റെ ക്യാമറയുടെ വെച്ചിട്ട് എനിക്ക് ഇമേജ് എടുക്കുന്ന ഫ്രെയിംസുകൾ, ക്ലിപ്പുകൾ ഇമേജ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതുപോലെ കോഡിംഗ് ഏജന്റ് ഉണ്ട്. ജെമിനൈ എനിക്ക് ഇവിടുന്ന് യൂസ് ചെയ്യാം, ഇൻസ്റ്റാൾ ജെമിനൈ. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ജെമിനൈയുടെ ഇത് വേണ്ടി വരും കേട്ടോ. നമുക്ക് API ആവശ്യമുള്ള കാര്യങ്ങളുണ്ട് കുറച്ച്. അപ്പോൾ API കണക്ട് ചെയ്താൽ മാത്രമേ അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഗോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോഗ് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ എനേബിൾ ആണ്. എനിക്കിപ്പോൾ എൻ്റെ ഇമെയിലോ ജിമെയിലോ കലണ്ടറോ ഒക്കെ ഇതിൻ്റെ അകത്തുനിന്ന് തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ക്രോൺ ജോബുകൾ സെറ്റ് ചെയ്ത് നമുക്കൊരു പ്രോംപ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. പ്രോംപ്റ്റ് ടൈപ്പ്, അതായത് എനിക്ക് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണം, ഫോൾഡർ ഇന്നാൾക്ക് മെയിൽ അയക്കണം എന്ന് സെറ്റ് ചെയ്തിട്ട് ടൈം ഇവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് അത് എന്ത് ചെയ്യാം, ഇവിടെ പ്രോംപ്റ്റ് ടൈപ്പ് ചെയ്തിട്ട് ഒരു ടൈം ഇതിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ആ സമയത്ത് ആ ജോബ് വർക്ക് ചെയ്യും. ജസ്റ്റ് ആ പ്രോംപ്റ്റ് ഞാൻ പറയുകയാണ് എൻ്റെ ഈ ഫയൽ ഡിലീറ്റ് ആവണം, ഞാനൊരു 4 മണിക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് അത് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി, 4 മണിയാകുമ്പോൾ വർക്ക് ചെയ്തോളൂ. അല്ലെങ്കിൽ എനിക്ക് ഇന്ന ആൾക്ക് ഈ ഫയൽ ഷെയർ ചെയ്യണം എന്ന് ഞാൻ പ്രോംപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആ 5 മണിക്ക് ഞാൻ സെറ്റ് ചെയ്തു. അല്ലെങ്കിൽ ഡെയിലി എനിക്കൊരു മെസ്സേജ്, ഒരു മെയിൽ ഒരാൾക്ക് അയക്കണം, ഡെയിലി എനിക്ക് അയക്കണം. അത് ഇവിടെ ജസ്റ്റ് ടൈപ്പ് ചെയ്യും, ഇന്ന ആൾക്ക് സെൻഡ് സ്റ്റാറ്റസ് മെയിൽ എന്ന് പറഞ്ഞാൽ ആ ഇമെയിൽ ID കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്തെങ്കിലും ഒരു ഇമെയിൽ ID കൊടുക്കാം എന്ന് പറഞ്ഞാൽ അതിൽ എന്ത് കോണ്ടന്റ് എന്തൊക്കെയാണ് എന്ന് വിശദമായിട്ട് എഴുതുക. അത് എല്ലാ ദിവസവും പോകണം, എത്ര മണിക്ക് പോകണം എന്നൊക്കെ ഇത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ജോലി അതുപോലെ വൃത്തിയായിട്ട് ചെയ്തു തരും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇനിയും ഇതിനെ കുറിച്ചിട്ട് പറയാനുണ്ട്. ഇത് ഡാഷ്ബോർഡിന്റെ അകത്ത് ഉപയോഗിക്കുന്നതാണ്. ഇനി ഇതേ കാര്യം നമുക്ക് ടെർമിനലിന്റെ അകത്ത് ഉപയോഗിക്കാം. അതായത് ഡാഷ്ബോർഡ് ഉപയോഗിക്കാൻ പറ്റുന്നില്ല, പഴയ രീതിയിൽ നമുക്ക് ടെർമിനലാണ് വേണമെന്നുണ്ടെങ്കിൽ ഇതേ രൂപത്തിൽ ടെർമിനലിന്റെ അകത്തും നമുക്ക്, അല്ലെങ്കിൽ കമാൻഡ് ലൈനിന്റെ അകത്തും നമുക്ക് കമാൻഡ് ഉപയോഗിച്ചിട്ട് ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ അകത്ത് വന്നിട്ട് ഓപ്പൺ ക്ലോ എന്ന് ടൈപ്പ് ചെയ്താൽ മതി. നമുക്ക് നിങ്ങൾ ഓപ്പൺ ക്ലോ എന്ന് ടൈപ്പ് ചെയ്യുക, -h എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ കോമൻറ്റുകളെല്ലാം ലിസ്റ്റ് ഔട്ട് ചെയ്ത് വരും എന്തെല്ലാം ചെയ്യേണ്ടത് എന്നുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. വളരെ പവർഫുൾ ആയിട്ടുള്ള ടൂളാണ്. ടൂൾ ഉപയോഗിക്കുമ്പോൾ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഓൺ ചെയ്ത് വെക്കുക, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഡിസേബിൾ ചെയ്ത് വെക്കുക. നമ്മൾ പഴയ വീഡിയോസിൽ പറഞ്ഞതുപോലെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഓപ്പൺ ക്ലോ ഉപയോഗിച്ച് ചെയ്തതെന്നുള്ളതും കൂടെ നിങ്ങളൊന്ന് കോമെൻറ്റ് ചെയ്യാം.